ഇല്ല, ഇവൻ കോഴിയാന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്ന്. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നതുപോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്നു തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ട്. ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത് നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, നിന്നെ എനിക്ക് വീണ്ടും, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പൊ ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നന്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആക്കുക, എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല ഹാഷ്മി, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന, അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന 24-ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത്. എനിക്കറിയില്ല, സത്യാവസ്ഥയൊന്നും അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പൊ അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവൻ ആരാ, കാമദേവനാ, ആരാണ് ഇവനെ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം, പണ്ടേ വിരോധമുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ ഫോട്ടോ കാണുമ്പോൾ അവൻ എന്തെങ്കിലും ഫീല് തോന്നുന്നുണ്ടെങ്കിൽ, അവൻ്റെ ലൈംഗിക വൈകൃതം കൊണ്ട് ഫീല് തോന്നിട്ട് എന്നോട് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ പറയുന്നത് അവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. ഇവൻ അയച്ച വോയിസും എല്ലാം പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാതെ ഹാഷ്മി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ ബബ്ബ അടിക്കുന്നത് കണ്ടിട്ട് ലജ്ജ തോന്നുകയാണ് എനിക്ക്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി. മുകേഷിനൊപ്പം ഞാൻ ചിത്രം എടുത്തത് എപ്പോഴാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തിൽ ഓരോ സ്റ്റാളും ഓരോരുത്തരും സന്ദർശിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ പുസ്തകം ചെയ്തിട്ടുള്ളത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെയാണ്. അത് ദൗർഭാഗ്യമെന്ന് കോൺഗ്രസ്സുകാരിയായി എനിക്ക് പറയേണ്ടി വരും. കാരണം എഴുത്തുകാരായിട്ടുള്ള, കലാകാരന്മാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്.